ഹൈവേ നിർമ്മാണ കമ്പനി വാക്കുപാലിച്ചില്ല. പള്ളിയുടെ വശങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാത്തതിനെതിരെ പ്രതിഷേധ ധർണ. വാണിയമ്പർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ അരികിടിയുന്നതിൽ ഒരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്ന് വാണിയമ്പാറയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ തോമസ് അധ്യക്ഷത വഹിച്ചു. പള്ളി മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി പോത്തനീപ്പൻ സ്വാഗതം പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്ങണ്ടത്ത്, കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR മുരളി, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോബി ജോൺ, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പർ KP ചാക്കോച്ചൻ, ജോയ് പൂവത്തിങ്കൽ എന്നിവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രിയമുള്ളവരെ, പാലക്കാട് NH അധികാരികൾക്ക്, അതേപോലെ AMC തൃശ്ശൂര്, അതേപോലെ പാലക്കാട് ജില്ലാ കളക്ടർ, ഇവർക്കെല്ലാവർക്കും തന്നെ അമ്മപ്പ് നമ്മളുടെ വികാരിയൊക്കെയും പോയിട്ട് പ്രത്യേക നിവേദനം കൊടുത്ത് ഇതിൻ്റെ ചുമരിന് വിള്ളലുണ്ടായി, നമ്മുടെ ഗ്ലാസ് പൊട്ടുകയുണ്ടായി. ആ കാര്യങ്ങളൊക്കെയും ഈ ദേവാലയമോ ഈ നാട്ടുകാരോ എതിരല്ല. പക്ഷേയെങ്കിൽ സ്വത്തിനും മുതലിനും സംരക്ഷണം ലഭിക്കണമെന്ന് നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ച് വേണ്ടത് ചെയ്യാമെന്ന് വാക്ക് തന്നിരുന്നതാണ്. 2024 ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് സർവീസ് റോഡും മേൽപ്പാലവും വരുന്നു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. നാടിൻ്റെ വികസനത്തിന് ഈ ദേവാലയം എന്നും ഒപ്പമുണ്ടാകും. എന്നാൽ ഈ ദേവാലയം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ശോചനീയമായ അവസ്ഥയ്ക്ക് കൂടുതൽ അനർത്ഥങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന്, അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ സ്വത്ത് സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഉണ്ടാകണമെന്നും സത്വരമായിട്ട് അതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ഈ സമയത്ത് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മളുടെ ആതിഥേയരെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഭരിക്കട്ടെ. ഒപ്പം ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതായ ഇടവകാംഗങ്ങൾ, സ്നേഹമുള്ള നാട്ടുകാർ എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കഴിഞ്ഞാൽ മാത്രം അതിന് പ്രതിവിധി നേടുക, അല്ലെങ്കിൽ പ്രതിശാന്തി കണ്ടുപിടിക്കാനൊക്കെ ശ്രമിക്കുക. എന്നാൽ അത് മാറി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം നമ്മളേവരും മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത്. നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ ഈ സംരക്ഷണ ഭിത്തി എത്രയും പെട്ടെന്ന് അത് കെട്ടിത്തരുവാൻ തക്കവണ്ണം ദേശീയപാതയുടെ അതോറിറ്റിക്കാർക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്. അത് ചെയ്യുവാൻ തക്കവണ്ണം അവരതിനൊരു അവരുടെ ഭാഗത്തുനിന്ന് നീക്കം ഉണ്ടാകണമെന്ന് നമ്മുടെ ഇടവാംഗങ്ങൾ മുഴുവനായിട്ടും ആവശ്യപ്പെടുമ്പോൾ ശക്തമായ നേതൃത്വം നൽകുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ജനപ്രതിനിധികളും നേതാക്കന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ ആത്മാർത്ഥമായ സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ ആഗ്രഹം നിറവേറപ്പെടുമെന്നുള്ള യാതൊരു സംശയമില്ല. ഈ രാവിലെ ഈ കൂടുന്ന ഈ പ്രതിഷേധ ധർണ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ. ഇതിൻ്റെ ഈ പ്രയത്നം പൂവണിയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇടവ പ്രതിനിധികളെ ഈ കാര്യത്തിലേക്കുള്ള ഞങ്ങളുടെ ഏവരുടെയും വിഷമം, ഞങ്ങളുടെ പ്രയാസം നിങ്ങളെ അറിയിക്കുകയാണ്. ഈ കാര്യത്തിന് മുൻനിന്നുകൊണ്ട് ഈ സംരക്ഷണ ഭിത്തി കെട്ടി ഞങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ തക്കോണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് കഠിനമായ പ്രയത്നം അതിനുണ്ടാകണം. ഞങ്ങളുടെ ഏവരുടെയും ആവശ്യങ്ങൾ, ഞങ്ങളുടെ ഏവരുടെയും ഈ കാര്യത്തെ മുൻനിർത്തിയുള്ള ആവശ്യം നിങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. മൊത്തം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒട്ടുക്കെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം വലിയ പ്രത്യാഘാതമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാലോ, വയനാട് നമ്മളൊന്നും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അത് എല്ലാ മേഖലകളിലും വ്യാപകമായി റോഡുകളും പാലങ്ങളും എല്ലാം തന്നെ വലിയ അപകടത്തിൻ്റെ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾക്കറിയാം, നമ്മുടെ ടോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങൾ ടോൾ പ്ലാസയിലേക്ക് നമ്മൾ നടത്തി. നമ്മുടെ പ്രദേശത്തുള്ള 6 പഞ്ചായത്തിലുള്ള ആളുകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സമരം നടത്തിയത്. പക്ഷേ ഇന്ന് വരെ കമ്പനി ഒരു അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇതിൻ്റെ ഭാഗമായി നിരവധി സമരങ്ങൾ നടത്തി. കലക്ടറുടെ അടുത്ത് 2-3 വട്ടം പോയി, മന്ത്രിതല ചർച്ചകൾ നടന്നു. എന്നിട്ടും ഒരു തീരുമാനം ഇതുവരെ അവരൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ടോൾ കമ്പനി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വരും കാലങ്ങളിൽ വലിയ സമരത്തിന് നമ്മൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരും. ആ സമരങ്ങളിലെല്ലാം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രമാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്.
ഏകദേശം ഈ ഓരോ ദിവസവും 40 ലക്ഷത്തോളം ടോൾ ഇവിടുന്ന് പിരിക്കുന്നുണ്ട് ഈ പന്നിയങ്കരയിൽ നിന്ന്. ഓരോ വർഷം കഴിയും തോറും ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് സർവീസ് റോഡുകൾ നിരവധി വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, മറ്റെല്ലാ മേഖലകളിലും നിരവധി വിഷയങ്ങളുണ്ട്. ഇതൊന്നും പരിഹരിക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ തന്നെ. ഇവർ മണ്ണെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശം മൊത്തം മണ്ണ് ഇടിഞ്ഞു പോയിരിക്കുന്നത്. അതേപോലെ തന്നെ പാറ പൊട്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കല്ലറ ഇടിഞ്ഞു പോയിരിക്കുന്നു. അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു പരാതി കൊടുത്താൽ പോലും അതൊന്ന് അന്വേഷിക്കാനുള്ളൊരു നിലപാട് പോലും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ ഈ കെട്ടി സംരക്ഷിക്കുക എന്നുള്ളത് ഹൈവേ അതോറിറ്റിയുടെ കടമയാണത്. അവർ ചെയ്യേണ്ടതാണ്. അതിന് നിങ്ങളുടെ കൂടെ ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ എന്ന നിലയ്ക്കും കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്കും ഇടവാക്കാരായി നിങ്ങളുടെ കൂടെ ഞാൻ എന്നും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് ഇവിടെ കൂടിയ നിങ്ങളെല്ലാവരെയും ഞാൻ കണ്ണമ്പ്ര പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാടിനെ രക്ഷിക്കാനുള്ള വലിയ ഒരു പോരാട്ടത്തിൻ്റെ തുടക്കമായി ഞാൻ കാണുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലമായി ഈ ദേശീയപാതയുടെ ഇരുവശങ്ങളിലുള്ള നിരവധി ആളുകൾ നിരവധി സമരങ്ങളുമായി രംഗത്തുണ്ട്. അത്തരം സമരങ്ങളിൽ ഏറ്റവും അധികം പങ്കെടുത്തിട്ടുള്ള, അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ബഹുമാനായ ശ്രീ അഡ്വക്കേറ്റ് ഷാജി ഇവിടെയുണ്ട്. അദ്ദേഹം തന്നെ ഒരു വ്യാഴവട്ടക്കാലമായി ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഹൈക്കോടതിയിലും മറ്റു കോടതികളിലുമൊക്കെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിരവധി വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുക. ഇത് സൂചിപ്പിക്കുന്നത് ജനങ്ങൾക്ക് ലഭിക്കേണ്ട സാമാന്യ നീതി തേടി കോടതിയുടെ തിണ്ണനിറങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് സാധാരണക്കാരായ പൗരന്മാരെ ഈ ഭരണകൂടം എത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കമ്പനി എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരൻ്റെ മനസ്സിലൊക്കെ വലിയ ഭയഭക്തി ബഹുമാനമാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന ഘട്ടത്തിൽ 400 വർഷത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീശത്തെ തോൽപ്പിച്ചിട്ടാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. ഇന്ന് നമ്മുടെ നാട്ടിലെ ആ നാടുവാഴിത്വവും അധീശത്വവും ഒക്കെ പോയ ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിച്ചതിന് ശേഷവും വലിയ ബഹുരാഷ്ട്ര സ്വഭാവമുള്ള കുത്തകകൾ നമ്മളെ പിഴിഞ്ഞ് ഊറ്റി നമ്മുടെ ചോര കുടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ നമ്മൾ സമരത്തിന് ഇറങ്ങേണ്ട സാഹചര്യം. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി വയനാട്ടിലെ മണ്ണിടിച്ചിലിൻ്റെ ഒരു ആഘാതം കേരളത്തിന് ഇനിയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഘനമീറ്റർ മണ്ണ് താഴത്തേക്ക് പോകുന്നു കഴിഞ്ഞാൽ അതിന് 2 ടണ്ണ് ഘനമാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ അത് 3 ടണ്ണാണ്. ഇവിടുന്ന് വലതുവശത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം വാണിയമ്പാറ എസ്റ്റേറ്റിൻ്റെ സൈഡ് ഇടിഞ്ഞിരിക്കുന്നു. ഇത് ശാസ്ത്രീയമായ റോഡ് നിർമ്മാണ പരിപാലന സംവിധാനങ്ങൾ ആസൂത്രണം ചെയ്യാൻ ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളും ദേശീയപാത അതോറിറ്റിയും ഭരണകൂടവും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം ഇന്നലെ തന്നെ പന്ന്യാങ്കരയിൽ ഒരു സമരം നടക്കുകയുണ്ടായി. പന്ന്യാങ്കര ടോളിന് സമീപത്തുള്ള യു-ടേൺ അവരടയ്ക്കുകയാണ്. അവിടെ ജനങ്ങൾ ശക്തമായി നിന്നതുകൊണ്ട് ആ തീരുമാനത്തിൽ നിന്ന് അവർക്ക് യു-ടേൺ അടിക്കേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിന് 3 വാർഡുകളിലേക്കുള്ള ചേവക്കോട് ജെല്ലിപ്പറമ്പ് പ്രദേശത്തേക്ക് ചവിട്ടുപാടത്തുള്ള ആളുകൾക്കൊക്കെ കടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ്. സർവീസ് റോഡ് നിർമ്മിച്ചിട്ടില്ല. ഇപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഇരുമ്പ് തൂണ് യഥാർത്ഥത്തിൽ ഹൈവേ അതോറിറ്റിയുടെ കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ അടയാളമാണ്. ഈ ദേശീയപാത ഇവിടെ 4 വരി 6 വരി ആക്കുമ്പോൾ അതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ആരാണ്? ഇവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള ഈ നാട്ടുകാരോട് ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ? അവരേതെങ്കിലും ഒരു ഓഫീസിൽ ഇരുന്നുകൊണ്ട് തയ്യാറാക്കിയ ഒരു എഞ്ചിനീയറിംഗ് പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ദേശീയപാത വികസനം ഉണ്ടായത്. ഇവിടെ ആകെ കൂടി വന്നത് എന്താ? ഇവിടെ ആളുകളുടെ സ്ഥലമെടുത്തു. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് സ്ഥലമെടുത്തപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കിട്ടിയതിൻ്റെ പകുതി വിലയ്ക്കാണ് ഇവിടെ സ്ഥലമെടുത്തത്. അപ്പോൾ ഇവിടെ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം വിട്ടുകൊടുത്ത ആളുകളാണ് നമ്മുടെ നാട്ടുകാർ. ആ നാട്ടുകാർ വീണ്ടും ഒരു ദുരിതത്തെ പേറുകയാണ്. അപ്പോൾ ഇത് ഇവിടെ ഈ മണ്ണിടിച്ചിൽ വന്നു എന്ന് പറയുന്ന ഒരു പള്ളിയുടെ വിഷയമല്ല, വാണിയമ്പാറ പള്ളിയുടെ വിഷയമല്ല, ഒരു നാടിൻ്റെ ഒന്നാകെ ഒരു പ്രശ്നമായിട്ട് ഇതിനെ കാണണം. കാരണം ഇത് കേവലം ഒരു ഓർത്തഡോക്സ് വിശ്വാസികളുടെ പ്രശ്നമല്ല, അവരുടെ ഒരു കേവലമായ ഒരു ആരാധനാലയം മാത്രമല്ല. ഇത് ഈ നാടിൻ്റെ വെളിച്ചം വിതറുന്ന ഒരു വലിയ സാംസ്കാരിക സ്ഥാപനമാണ്. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഇതിൻ്റെ സെമിത്തേരി, ആ സെമിത്തേരി എന്ന് പറയുന്നത് ഏതെങ്കിലും മൃതദേഹങ്ങൾ കുഴിച്ചിടാനുള്ള ഒരു സ്ഥലം മാത്രമല്ല. അത് ഈ പ്രദേശത്ത് ഇതിനു മുമ്പ് ജീവിച്ചിരുന്ന പൂർവികരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സംസ്കരിച്ചിട്ടുള്ള വളരെ പൂജനീയമായ സ്ഥലമാണ്. അവിടെ വിശ്വാസികൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലമാണ്. അത് കാറ്റിലും മഴയിലും മണ്ണിടിച്ചിലും ഒലിച്ചു പോകുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ബന്ധമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതെല്ലാം സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്.
ഇന്നലെ തന്നെ പന്നിയാങ്കര സ്കൂളിന് മുമ്പിൽ, ഗവൺമെൻറ് LP സ്കൂളാണ്, 35 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ രക്ഷിതാക്കൾ വന്ന് ഞങ്ങൾ ഇനി സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ അവിടെ സമരമായി. ആ സ്കൂളിന് സമീപത്ത് മണ്ണിടിച്ചു. നമ്മൾ കർണാടകയിൽ വായിച്ചതാണ്. കർണാടകയിലെ ഷിരൂരിൽ ഈ പശ്ചിമഘട്ടത്തിന് അതിലോല പ്രദേശങ്ങളിൽ ശാസ്ത്രീയമായ പഠനമില്ലാതെ നടത്തിയിട്ടുള്ള വെട്ടിപ്പൊളിക്കലിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സംഭവിച്ചുള്ള മണ്ണിടിച്ചിൽ അർജുൻ എന്ന് പറയുന്ന ഒരു മലയാളിയായ ചെറുപ്പക്കാരൻ ഉൾപ്പെടെ കാണാതായ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ വികസനത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമൊന്നുമില്ല. ഈ റോഡുകളും ഇതൊക്കെ വികസിച്ച് വന്നപ്പോൾ ഇവിടെ കുടിയേറ്റക്കാരായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥലത്തിന് ഉടമകളായിട്ടുള്ള ആളുകളെല്ലാം സ്ഥലം വിട്ടുകൊടുത്തിട്ടാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. ഒരു ക്രൈസ്തവ ദേവാലയം എന്ന നിലയിൽ ഈ ദേവാലയത്തിന് കൃത്യമായ പരിരക്ഷ കിട്ടേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, തിരുവനന്തപുരത്ത് തുമ്പയിലെ ISRO കേന്ദ്രം, ആ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് ആവശ്യമായ സ്ഥലം അവിടുത്തെ പള്ളി പൊളിച്ചുകൊണ്ടാണ് അവിടെ ഉണ്ടാക്കിയത്. അത് പള്ളി വിട്ടുകൊടുത്തത്. അപ്പം അങ്ങനെ വിട്ടുകൊടുക്കലിൻ്റെ പങ്കുവെക്കലിൻ്റെ വലിയ സന്ദേശമുള്ള ഒരു ദേവാലയത്തിൻ്റെ ഈ സംരക്ഷണ ഭിത്തി കെട്ടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ ദേശീയപാത അതോറിറ്റി പുലർത്തുന്ന കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെ വലിയ പോരാട്ടങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ സംസ്ഥാന പാത നമുക്കറിയാം, ഇപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് ശബരിമലയ്ക്കുള്ള മൂവാറ്റുപുഴ പുനലൂർ റോഡ് നിങ്ങൾ പോയിട്ടുണ്ടോ? തൊടുപുഴ കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ കയറ്റമാണ്, കരിങ്കുന്നം വരെ ഏതാണ്ട് 10 കിലോമീറ്ററോളം. ആ സ്ഥലത്ത് ഇതിനേക്കാൾ ഇരട്ടി ഉയരമുള്ള സ്ഥലത്തൊക്കെ ഗാബിയോൺ വാള് ഉപയോഗിച്ചുകൊണ്ട് അത് കെട്ടി സംരക്ഷിച്ചിട്ട് നിങ്ങൾ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ ശാസ്ത്രീയമായി ഇതെല്ലാം സംരക്ഷിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ മലേഷ്യയിൽ പോയ സമയത്ത് ഞാൻ അവിടെ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് അവിടുത്തെ റോഡ് സംരക്ഷണം. ഇതിലും എത്രയോ ഉയരമായ ചെങ്കുത്തായ സ്ഥലങ്ങളെ അവർ ശാസ്ത്രീയമായി സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം മാതൃകകളൊക്കെ ഇവിടെ നടപ്പിലാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മലേഷ്യൻ കമ്പനി വന്ന് പാലക്കാട് മുതൽ കൊളപ്പള്ളി വരെ റോഡ് ഉണ്ടാക്കി. കേരളത്തിലെ ആദ്യത്തെ KSTPയുടെ റോഡാണ്. ആ 35 കിലോമീറ്റർ റോഡ് 25 വർഷമായി ഇപ്പോഴും റീടാർ ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് കുറ്റമറ്റ രൂപത്തിൽ ശാസ്ത്രീയമായി സംരക്ഷിക്കാനും നിർമ്മിക്കാനും കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ്. അത്തരം സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഉദ്യോഗസ്ഥന്മാരുടെ പിടിവാശിക്ക് മുമ്പിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ പന്തയം വെച്ചിട്ടുള്ള അഭ്യാസങ്ങൾ. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പഴയ വാണിയമ്പാറയിൽ പഴയ മൃഗാശുപത്രി മുതൽ പന്തലാമാടം പമ്പിൻ്റെ അവിടം വരെ സർവീസ് റോഡില്ല. പിന്നെ പോയി കഴിഞ്ഞാൽ മേരിഗിരി ജംഗ്ഷൻ മുതൽ ചെമ്മണംകുന്ന് പാലം വരെ സർവീസ് റോഡില്ല. ചുവട്ടുപാടം ജംഗ്ഷൻ കഴിഞ്ഞാൽ പന്നിയാങ്കര അമ്പലം വരെ സർവീസ് റോഡില്ല. പിന്നെ വാവുമലയ്ക്ക് പോണ വഴി മുതൽ ടോൾ വരെ സർവീസ് റോഡില്ല. പിന്നെ ടോൾ മുതൽ തേനെടുക്ക് വരെ സർവീസ് റോഡില്ല. ഇവരാരെയും പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഈ ദേശീയപാത അതോറിറ്റിയുടെ ഈ ശാസ്ത്രീയമല്ലാത്ത അപരിഷ്കൃതമായ ഈ റോഡ് നിർമ്മാണത്തിനെതിരെ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ശക്തമായി മുന്നോട്ട് പോകണം. ഇത് ഇന്നിവിടെ ഒരു നാമമാത്ര സമരം നടത്തിയതുകൊണ്ടൊന്നും ദേശീയപാത അതോറിറ്റിയോ കമ്പനിയോ കുലുങ്ങുമെന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ട. ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട ദേശീയപാത അതോറിറ്റിയോട്, ഇനി നിങ്ങളുടെ ആഫീസിൽ വന്ന് ഇനി കുർബാന അർപ്പിക്കേണ്ടി വന്നാൽ അവിടെ വന്നും കുർബാന അർപ്പിക്കും. അതുകൊണ്ട് ഈ ഒരു പോരാട്ടം ഈ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ മാത്രമല്ല ഈ നാടിൻ്റെ ഒന്നാകെ ഒരു പ്രശ്നമായി കണ്ടുകൊണ്ട് ഇവരുടെയൊക്കെ കണ്ണു തുറപ്പിക്കാൻ ആവശ്യമായ പോരാട്ടങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയ സാമൂഹിക വ്യത്യാസങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഒന്നിച്ചു നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന്, ഈ ധർമ്മസമരത്തിന് എല്ലാവിധ പിന്തുണയും ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. പാത 25 കിലോമീറ്ററോളമാണ് നിൽക്കുന്നത്. ഇപ്പോൾ തോമസ് അച്ഛൻ പറഞ്ഞു, നമ്മൾ ദുരിതങ്ങൾ ഉണ്ടായതിന് ശേഷം പ്രതിവിധിക്ക് പോയിട്ട് കാര്യമില്ല എന്ന്. അത് സത്യമാണ്. പ്രകൃതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ മാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് അതിനെ വേണ്ടതായ പ്രതിവിധി ചെയ്യണം. മണ്ണുത്തി തൊട്ട് വടക്കുംചേരി വഴി യാത്ര ചെയ്യുന്നവർക്കറിയാം, ഈ റോഡിൻ്റെ സൈഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ മണ്ണുത്തി വടക്കുംചേരി റോഡിൻ്റെ അശാസ്ത്രീയക്കെതിരെ ഞാൻ 10 വർഷം കേസ് നടത്തിയത്. അശാസ്ത്രീയമായി സുരക്ഷിതയില്ലാത്തതാണ് ഈ റോഡ് പണിയുന്നത്. ഇതിനുവേണ്ടി കേസ് നടത്തുകയും കമ്മീഷൻ വയ്ക്കുകയും മനുഷ്യാവകാശ കമ്മീഷനിൽ പോവുകയും 360 പേര് 12 വർഷം കൊണ്ട് മരിച്ചപ്പോൾ അവർക്കെതിരെ നരഹത്യക്ക് കേസെടുത്തു. അത്രയ്ക്കും വലിയ നിയമ പോരാട്ടം നടത്തിയിട്ട് ഇപ്പോഴും ഇവർ കാണിക്കുന്ന ധാർഷ്ട്യമാണ്. ഇപ്പോൾ ഇവിടെ പാലം, ഇപ്പോൾ വെഹിക്കുലർ അണ്ടർ പാസേജ് വരുന്നു. ഈ പന്തലിൽ ഇരുന്ന് ഞാൻ സമരം ചെയ്തിട്ടുണ്ട്. ഇവിടെ നാട്ടുകാർ സമരം ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് ചേഞ്ച് ഓഫ് സ്കോപ്പിലാണ്. ഇപ്പോൾ ജോബി പറഞ്ഞു, ഒരു പ്രൊജക്ട് ഉണ്ടാക്കുമ്പോൾ ഇവിടെ അടിപ്പാത വേണമെന്ന് പോലും ചിന്തിക്കാതെയാണ് ഈ പ്രൊജക്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ പലരും മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അടിപ്പാത വരുന്നു.
ഈ സർവീസ് റോഡിന്റെ വിഷയം ഇത് ഇവിടുത്തെ തന്നെയല്ല, ഈ ദേശീയപാതയുടെ 80% പോലും പണി പൂർത്തീകരിക്കാതെയാണ് ടോൾ പിരിക്കുന്നത്. അധികാരികൾ വന്നു, മന്ത്രിമാർ വന്നു, കേന്ദ്രമന്ത്രി വന്നു, എല്ലാവരും വന്നിട്ട് പറഞ്ഞു ഇത് പണി പൂർത്തീകരിച്ചിട്ട് ടോൾ പിരിക്കുള്ളൂ. നിങ്ങൾക്കറിയോ, ബസ് ബാഗുകൾ പണി പൂർത്തീകരിച്ചിട്ടില്ല, ജംഗ്ഷൻ വികസനം പൂർത്തീകരിച്ചിട്ടില്ല, സിഗ്നൽ സംവിധാനം പൂർത്തീകരിച്ചിട്ടില്ല, ലോറികൾക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യം പൂർത്തീകരിച്ചിട്ടില്ല, ഡ്രെയിനേജ് സംവിധാനം പൂർത്തീകരിച്ചിട്ടില്ല. ഇതൊന്നും പൂർത്തീകരിക്കാതെയാണ് ഇവിടെ ടോൾ പിരിക്കുന്നത്. കുതിരാൻ ഒരു ടോള്, റോഡിന് വേറെ ടോള്. 2 മാസം കുതിരാൻ അടച്ചിട്ടു. ആരെങ്കിലും പരാതി കൊടുത്ത, അധികാരികൾ ആരെങ്കിലും പരാതി കൊടുത്ത, നമ്മൾ ടോള് കൊടുത്തില്ലേ? അപ്പോൾ ഈ ധാർഷ്ട്യത്തിനെതിരെ പ്രതികരിക്കണം. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പ്രൊജക്ട് ഡയറക്ടറെ വിളിച്ചു. അദ്ദേഹം ഒല്ലൂക്കരക്കാരനാണ്, ആദ്യമായിട്ടാണ് ഒരു മലയാളി വരുന്നത്, നമ്മുടെ നാട്ടുകാരനാണ്. അദ്ദേഹം വളരെ അനുഭാവപൂർണ്ണം പരിഹരിക്കാമെന്ന് പറഞ്ഞു. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇവിടെ വന്ന് സന്ദർശിക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഉണ്ടാവണം. ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് നാളെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വന്ന് പറഞ്ഞ് ഇതിന്റെ അപകടം മനസ്സിലാക്കണം. ഈ അപകടം ഇപ്പോൾ പരിഹരിച്ചില്ലെങ്കിൽ കുറെ കഴിഞ്ഞ് പള്ളി താഴെ വീണ്, ശവക്കോട്ട താഴെ വീണതിന് ശേഷം ഇത് പരിഹരിക്കാൻ പോയിട്ട് കാര്യമില്ല. ഇപ്പൊ പരിഹരിക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇവിടെയുള്ള ഈ വിശ്വാസികൾ തന്നെയല്ല, ഈ നാട്ടുകാരെയും കൂടി പാലക്കാട് പ്രൊജക്ട് ഓഫീസിന്റെ മുമ്പിൽ വന്ന് നമ്മൾ സമരം ചെയ്യുമെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ധാർമ്മിക സമരത്തിന് എല്ലാവിധ പിന്തുണയുണ്ട്. ഇപ്പോഴും ഈ ടോളിനെതിരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടോൾ പിരിക്കുന്നത് ശരിയല്ല എന്ന്, ഈ റോഡിന്റെ പണി പൂർത്തീകരിച്ചിട്ട് വേണം ടോൾ പിരിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും കേസ് നിലനിൽക്കുന്നത്. ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിന്റെ അശാസ്ത്രീയതയ്ക്കെതിരെ ശക്തമായ സമരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കണം. അത് അധികാരികളുടെ വീഴ്ചയാണ്, ഇത് പ്രകൃതി ദുരിതമല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം പീച്ചി ഡാം തുറന്നു വിട്ടിട്ട് 1000-ഓളം വീടുകളാണ് വെള്ളം, എൻ്റെ വീടടക്കം, എൻ്റെ പറമ്പടക്കം വെള്ളത്തിൽ ഒലിച്ചു പോയ അവസ്ഥയാണ്. അത് അധികാരികളുടെ വീഴ്ചയാണ്. അതിനെ പ്രകൃതി ദുരിതമായിട്ട് പറയരുത്. ഇത് അധികാരികളുടെ ധാർഷ്ട്യത്തിന്റെ പ്രതീകമാണ്. ഈ സർവീസ് റോഡിൽ ഇവിടെ മണ്ണിടിയുമെന്ന് കണ്ടാലറിയാത്തവനെ നമ്മൾ കൊള്ളിച്ചുകൊണ്ട് നമ്മൾ അവന് മനസ്സിലാക്കി കൊടുക്കും. അതിന് നമ്മൾ സൂചനയായി ഈ സമരത്തിന് ഇവിടെ വരാൻ സാധിച്ചതിൽ എല്ലാവർക്കും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇതിനുവേണ്ടി NH 544 വികസനം നമ്മൾ സ്വപ്നം കണ്ടതാണ്. ഒരു 6 പാത വരിക എന്നുള്ളത് നമ്മുടെ ഒരു യാഥാർത്ഥ്യമാക്കണം. അത് നല്ലൊരു രീതിയിൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഇത്രയും ദുരിതം ഇവിടുത്തെ ജനങ്ങൾ, ഈ ഭൂമി വിട്ടുകൊടുത്തവർക്ക് എല്ലാവർക്കും ദുരിതം പേറിക്കൊണ്ട് ഈ NH 544 മാറിയിരിക്കുകയാണ്. കാരണം അവരുടെ അശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വന്നു ചേർന്നത്. കാരണം അവർ ഈ ആന്ധ്രാപ്രദേശിലുള്ള താൽക്കാലിക ജീവനക്കാരെ വെച്ച് സർവേ നടത്തി അവിടുത്തെ ജനങ്ങളോട് ചോദിക്കുകയോ, അവിടുത്തെ പഞ്ചായത്തുകളോട് ചോദിക്കുകയോ, പഞ്ചായത്തിൽ ഭരണസമിതിയോട് ചോദിക്കാതെയാണ് ഈ സർവേ നടത്തിയത്. അതിൻ്റെ ഭാഗമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഭൂപ്രകൃതി എങ്ങനെയാണെന്നും കാലാവസ്ഥ എങ്ങനെയാണെന്നും അതിനനുസരിച്ചുള്ള റോഡ് വരണമെന്നുള്ള രീതിയിലല്ല അവർ ചെയ്തത്. അവർ ഏകപക്ഷീയമായിട്ട് സർവേ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു അവസ്ഥ വന്നത്. കാരണം ഈ പള്ളിയുടെ വർഷങ്ങളായി നൂറ്റാണ്ട് പഴക്കമുള്ള ഈ പള്ളിയുടെ സെമിത്തേരിയിൽ തകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മീയമായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനുവേണ്ടി പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ എല്ലാ പിന്തുണയും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മൾ രാവിലെ പള്ളി കഴിഞ്ഞ് കഞ്ഞോടിക്കേണ്ട സമയം കഴിഞ്ഞു. എല്ലാവരും വെയിലുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രതിഷേധ പരിപാടിക്ക് വേണ്ടി മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ ഹൈവേയുടെ പണി തുടങ്ങിയ കാലം മുതലേ ഇവിടെ സമരമുണ്ട്. ഞാൻ ഇപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന രാഹുൽ ഉൾപ്പെടെ ഇവിടെ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 35ഓളം ദിവസങ്ങളിൽ ഞങ്ങൾ റിലേ നിരാഹാര സമരം നടത്തി. നമ്മുടെ കുതിരാൻ തുരങ്കത്തിലെ പാറ പൊട്ടിച്ചതിനെതിരെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടത് നമുക്കറിയാം. ഇവിടെ നിരന്തരം ഒരു മാസത്തിൽ ഒരു 3 അപകടങ്ങൾ ഉണ്ടായി. കുടുംബം അനാഥമാകപ്പെട്ട രീതിയിൽ ഇവിടുത്തെ ആളുകളുടെ മരിച്ചു പോകപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ബാബുച്ചേട്ടൻ, നമ്മുടെ ഇടവകയിലെ തന്നെയുള്ള ഒരു അംഗം ഇപ്പോൾ വർഷങ്ങളായിട്ട് കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാതെ ബോധമില്ലാതെ മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ പണികൾ മൂലം സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം, ഒരു നല്ലൊരു പെരുമഴ വന്നു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ സ്പീഡ് ട്രാക്കിലൂടെ വണ്ടി ഓടിക്കാൻ സാധിക്കില്ല. കാരണം അപ്പുറത്തെ ട്രാക്കിൽ നിന്ന് വരുന്ന വെള്ളം ഈ ആളുടെ ഗ്ലാസ്സിൽ മുഴുവൻ വീണ് കണ്ണ് കാണാത്ത രീതിയിലായി പോകും. അപ്പോൾ ഇവിടെ വെള്ളക്കെട്ടുണ്ടാകും, ഇവിടെ നീർച്ചാലുകളുണ്ട്. അത് കൃത്യമായിട്ട് പരിഹരിച്ച് വേണം ഈ റോഡിൻ്റെ നിർമ്മിതി ഉണ്ടാകാൻ എന്ന് നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് ആണെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് ആണെങ്കിലും അത് കണക്കുകൂട്ടി ഒരു ശാസ്ത്രീയ രീതി വേണം ഈ റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉണ്ടാകേണ്ടത്. ഒരു എയർപോർട്ട് നിർമ്മിക്കുന്ന അതേ രീതിയിൽ തന്നെ വേണം ഒരു റോഡും നിർമ്മിക്കാനായിട്ട്.
ഞാൻ പറയുന്നത് അതിനേക്കാൾ സുരക്ഷിതയിൽ വേണം റോഡ് നിർമ്മിക്കാനായിട്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ എന്ത് സംഗതി വന്നാലും അതിനെതിരെ സമരം ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, അതായത് അതിനെതിരെയല്ല, അത് വന്നു കഴിയുമ്പോൾ അതിൻ്റെ അശാസ്ത്രീയക്കെതിരെ അതിനു വേണ്ടി നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾക്കെതിരെയാണ് ജനം എപ്പോഴും സമരത്തിന് വേണ്ടി തയ്യാറാവുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല, എല്ലാവരും വെയിലുകൊണ്ട് നിൽക്കുകയാണ്, കഞ്ഞി കുടിക്കാൻ വിശക്കുന്നുണ്ട്. അപ്പോൾ വന്ന് നമ്മുടെ ഈ ഒരു സംഗതിക്ക് വേണ്ടി, ഈ റോഡിൻ്റെ ഈ ഒരു സമരത്തിന് വേണ്ടി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി വടക്കഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക.